السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله سيدنا محمد وعلى آله وصحابه الصالحين من عباد الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم. وقال رسول الله صلى الله عليه وسلم: كن عالما أو متعلما أو محبا أو مستمعا ولا تكن خامسا. أصلي صلاة تملأ الأرض والسماء على من له على العلا متبوأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. പ്രിയപ്പെട്ട സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സ്നേഹനിധികളായ സഹോദരന്മാരെ, അഭിവന്ദ്യരായ അബ്ദുള്ള ഉസ്താദിൻ്റെ ശിഷ്യന്മാരെ, കുടുംബാംഗങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം അവന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമുള്ള സദസ്സാക്കുമാറാവട്ടെ. ഈ സദസ്സ് കാരണം അബ്ദുള്ള ഉസ്താദിന് ഒരുപാട് സന്തോഷമുണ്ടാവും. ആഖിറത്തിൽ, പരലോകത്തിൽ, ബർസഖിയായ ജീവിതത്തിൽ മഹാനവറുകളുടെ ജീവിതം ആനന്ദകരമാക്കുമാറാവട്ടെ. പ്രസംഗത്തിന്റെ സദസ്സല്ല, പ്രാർത്ഥനയുടെ സദസ്സാണ്. അഭിവന്ദ്യരായ തങ്ങൾ എത്തിയിട്ടുണ്ട്. നമുക്ക് എത്രയും വേഗത്തിൽ ദുആ ചെയ്തുകൊണ്ട് പിരിയാം. 40 ദിവസം കഴിഞ്ഞെങ്കിലും ആ വിയോഗത്തിന്റെ നൊമ്പരവും നോവും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അബ്ദുള്ള ഉസ്താദ് ഇല്ലാത്ത ഈ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ വലിയ വേദനയാണ്. ഇങ്ങനെ ഒരു സദസ്സിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ പറ്റി അനുസ്മരിക്കേണ്ടി വരുമെന്ന് നാം ഒരിക്കലും നനച്ചിരുന്നില്ല. അഹമ്മദ് ഷൗഖി ഒരിക്കൽ പാടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വലിയ കവിയാണല്ലോ. അതിന്റെ സാരം: നീ നടന്നു പോകുന്ന വഴികളിൽ പിറകെ വരുന്നവർക്ക് നീ അതിലൂടെ നടന്നിരുന്നു എന്ന് മനസ്സിലാവണം. ആ നിലക്ക് നീ ജീവിക്കണം എന്ന് അഹമ്മദ് ഷൗഖി പറഞ്ഞത് ഓർത്തു പോവുകയാണ്. ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ പിറകെ വരുന്നവർക്ക് അവർ പറയണം, അബ്ദുള്ള ദാരിമി ഉസ്താദ് ആ വഴിയിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ട് എന്ന്. അതിനുള്ള അടയാളം നീ ആ വഴിയിൽ ബാക്കി വെക്കണമെന്ന് അഹമ്മദ് ഷൗഖി പറഞ്ഞ പോലെ നടന്നുപോയ വഴികളിലെല്ലാം അടയാളം ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മുടെ അഭിവന്ദ്യരായ ഉസ്താദ് അവർകൾ നടന്നുപോയത്. ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചു പോ, ആ വഴികളിലൊക്കെ അദ്ദേഹത്തിന്റെ ആസാറുകൾ, അദ്ദേഹം നടന്നതിന്റെ ലക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ സൗഗന്ധം, അദ്ദേഹത്തിൽ നിന്ന് വീശിയിരുന്ന സുഗന്ധം ആ വഴികളിലൊക്കെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് വഴികൾ നമുക്ക് മുന്നിൽ വെട്ടിത്തെളിയിച്ച അഭിവന്ദ്യരായ ഗുരുവര്യർ 1981 ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നത്. കാസർഗോഡ് മാലിക് ബിൻ ദീനാർ തങ്ങളുടെ പരിശുദ്ധമായ പള്ളി എല്ലാവർക്കും അറിയാമല്ലോ. ആ പള്ളിയിൽ അഭിവന്യ ഗുരുവര്യർ മുസ്ലിം കൈരളിയുടെ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നി ലോകത്തിന്റെ ആശയും ആവേശവുമായിരുന്ന
അഭിമന്യ ഗുരുവര്യർ ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകൾ ഇവിടെ ദർസ് നടത്തുകയാണ്. ഞങ്ങൾ ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്. അങ്ങ് പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ നിന്നാണ് ഞങ്ങൾ അങ്ങോട്ട് കാസർഗോട്ടേക്ക് എത്തിയത്. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമാണ് അബ്ദുള്ള ഉസ്താദ് അവിടെ വരുന്നത്. അബ്ദുള്ള ഉസ്താദ് വരുന്നത് അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് യൂസുഫ് ഹാജി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവറുകളുടെയും അബ്ദുള്ള ഉസ്താദിന്റെ ശൈഖായിരുന്ന ഇ കെ ഉമറുൽ ഖാദിരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് അവരുടെയും നിർദ്ദേശപ്രകാരമാണ് ആ കാസർഗോഡ് പള്ളിയിലേക്ക് വരുന്നത്. പ്രധാനമായും ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാരിൽ നിന്ന് ഓതിപ്പടിക്കണം. അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒരു രാത്രിയിൽ അദ്ദേഹം എപ്പോഴാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വന്ന അതേ ദിവസം രാത്രിയിൽ ഇശാ നിസ്കാരത്തിന് ശേഷം രണ്ടാം ദർസൊക്കെ കഴിഞ്ഞിട്ട് ഒരു മുതഅല്ലിം, എൻ്റെ അതേ പ്രായമുള്ള ഒരു മുതഅല്ലിം വന്നിട്ട് എന്നെ വിളിച്ച് സലാം പറഞ്ഞുകൊണ്ട് പറയുന്നു, വരൂ എൻ്റെ കൂടെ പോരുന്നോ, ഒരു പരിപാടിയുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇ കെ ഹസൻ മുസ്ലിയാരാണ്, പുറത്തു പോയാൽ നല്ല അടി കിട്ടും, എങ്ങനെ പോരാൻ പറ്റും? അബ്ദുള്ള ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ വരൂ, ഒന്നും സംഭവിക്കുകയില്ല, നമുക്ക് പോവാം. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി. അന്ന് മുതൽ നേരത്തെ അൻവർ ഉസ്താദ് പറഞ്ഞ പോലെ വഫാത്താകുന്നത് വരെയും ഞങ്ങളുടെ ബന്ധം സുദൃഢമായി തന്നെ നിലനിൽക്കുകയുണ്ടായി. എന്നോടെപ്പോഴും പറയുമായിരുന്നു, എന്റെ കൂടെ അവസാനം വരെ നിങ്ങൾ ഉണ്ടാകും. അങ്ങനെ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ പോയി. കാസർഗോഡിൽ നിന്നും തളങ്കരയിൽ നിന്ന് ഞങ്ങൾ വണ്ടി കയറി, ഒരു ബസ്സിൽ കയറി. മംഗലാപുരം പോകുന്ന വഴിയിൽ ബൊഗ്രാൻ പുത്തൂരിൽ ആ രാത്രിയിൽ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അദ്ദേഹം ഇരുട്ടിലൂടെ നടന്നുകൊണ്ട് എന്നെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടന്ന് ഒരു വീട്ടിലേക്ക് ചെന്ന് കയറി. ആ വീട്ടിൽ ഒരു ചികിത്സ നടക്കുന്നുണ്ടായിരുന്നു ഉമറുൽ ഖാദിരി തങ്ങളുടെ, ഇ കെ ഉമറുൽ ഖാദിരി തങ്ങളുടെ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. ആ ചികിത്സക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയാണ് ആ വീട്ടിലേക്ക് ചെന്ന് കയറിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാദ്യത്തെ അനുഭവമായിരുന്നു അത്, ഒരാത്മീയ ചികിത്സാ സദസ്സിൽ പങ്കെടുക്കുക എന്നത്. ആ ചികിത്സയുടെ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ, കുറെ ദിക്റുകൾ ചെല്ലും. പിന്നെ കൂടുതലായിക്കൊണ്ട് മഹാനായ ഐലക്കാട് സയ്യിദ് സിറാജുദ്ദീനുൽ ഖാദിരി തങ്ങളുടെ തവസ്സുലും ചൊല്ലും. അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടുള്ള ഒരു ചികിത്സയാണ്. ഞങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ അടുത്ത റൂമിൽ ഒരു ഭ്രാന്തനെ കെട്ടിയിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ചികിത്സയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമറുൽ ഖാദിരി തങ്ങൾ ഏറ്റെടുത്ത ചികിത്സയാണ്. അതിന്റെ ഉത്തരവാദിത്വവും കൂടി മഹാനായ അബ്ദുള്ള ഉസ്താദിനെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഈ ഉത്തരവാദിത്വം നിർവഹിക്കലും ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ബോധിപ്പടിക്കലുമായിരുന്നു അബ്ദുള്ള ഉസ്താദിന്റെ ആ കാസർഗോട്ടേക്കുള്ള വരവിന്റെ ലക്ഷ്യം. പകൽ സമയങ്ങളിലെല്ലാം ദർസിൽ സജീവമായിട്ട് അബ്ദുള്ള ഉസ്താദ് ഉണ്ടാവും. ഏതെങ്കിലും പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് നന്നായി ഓതിപ്പടിക്കും. ഇ കെ ഹസൻ മുസ്ലിയാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യനാണ്. യൂസുഫ് ഹാജി തങ്ങളുടെ മകനാണെന്ന ഒരു ബഹുമാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പകൽ സമയങ്ങളിലൊക്കെ ഓതിപ്പടിക്കുന്ന അബ്ദുള്ള ഉസ്താദ് രാത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറും. പിന്നെ ദിക്റാണ്, ദിക്റിൽ വിലയിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ദിക്ർ ചൊല്ലി പലപ്പോഴും പരിസരബോധമോ സ്വബോധമോ ഇല്ലാതെ കണ്ട് ദിക്റിലായിക്കൊണ്ട് വിലയിച്ച് ദിക്റിൽ പരിമഗ്നനായിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന അബ്ദുള്ള ഉസ്താദിനെ കാണാം. അങ്ങനെ എല്ലാ രാത്രികളിലും അദ്ദേഹം വിളിക്കും. ഈ ആത്മീയ ചികിത്സ നടക്കാത്ത ദിവസങ്ങളിൽ അദ്ദേഹം വിളിച്ചു കൊണ്ടുപോവുക കാസർഗോട്ടെ ഏതെങ്കിലും കടപ്പുറത്തേക്കായിരിക്കും. പാതിരാവിൽ അന്തിയുടെ അന്തിയാമങ്ങളിലൊക്കെ ആ കടപ്പുറത്തിരുന്നു കൊണ്ട് തന്റെ സതീർത്ഥരെ ചിലരെയെല്ലാം കൂട്ടിക്കൊണ്ട്, എപ്പോഴും എന്നെ പോലെയുള്ള ചിലർ കൂടെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട്
മഹാനവരുടെ നേതൃത്വത്തിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. കടൽപ്പുറത്തിരുന്നു കൊണ്ട് കടലിനും നല്ല താളമാണ്. കടലിലെ തിരമാലകളും ദിക്ർ ചൊല്ലും. കടലും ദിക്റിലായി മൊഴിക്കൊണ്ടിരിക്കും. മഹാനവറുകളും ദിക്റിലായി പരിമച്ചനായി കൊണ്ടിരിക്കും. ഇടക്കൊക്കെ സിറാജുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ബെയ്ത്തും ചൊല്ലിക്കൊണ്ടിരിക്കും. എന്തൊരു ഈണത്തിലാണ്, എന്തൊരു ശൈലിയിലാണ് മഹാനവറുകളുടെ ആ ബെയ്ത്ത് ചൊല്ലലൊക്കെ, ദിക്ർ ചൊല്ലലൊക്കെ. എത്ര നേരം വേണമെങ്കിലും യാതൊരു വിരസതയും കൂടാതെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന നിലയ്ക്കുള്ള ആ ദിക്റിന്റെ പാരായണം, ആ ബെയ്ത്തുകൾ ചൊല്ലലൊക്കെ എന്തൊരു സൗന്ദര്യമായിരുന്നു അതില്. അങ്ങനെ കടപ്പുറത്തിരുന്ന് പരരാവുകളിൽ ദിക്ർ ചൊല്ലിയപ്പോൾ ഒരു രാവിലുണ്ട് വളരെ അകലത്തിൽ നിന്ന് ടോർച്ചടിച്ചുകൊണ്ട് ആരോ വരുന്നു. ആളുമില്ലാത്ത മനുഷ്യരാരും പോവാത്ത പാറക്കെട്ടുകളുള്ള ഒരു കടപ്പുറത്ത് വെച്ചുകൊണ്ട് ദിക്ർ ചെല്ലുമ്പോൾ അങ്ങ് അകലെ നിന്ന് ടോർച്ചടിച്ചുകൊണ്ട് വരികയാണ് ഒരു കൂട്ടം ആളുകൾ. അടുത്ത് വന്ന് നോക്കുമ്പോൾ 4-5 ഉദ്യോഗസ്ഥന്മാരാണ്, കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരാണ് വരുന്നത്. അവർ പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ഇവിടെ നിൽക്കുന്നത്? അബ്ദുള്ള ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുകയാണ് എന്ന്. അവർ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? മാലിക് ദീനാർ പള്ളിയിലാണ്. എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ചൊല്ലണ്ട, ആ പള്ളിയിൽ പോയിരുന്നു കൊണ്ട് ഇത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയുണ്ടായി. പക്ഷെ മഹാനവറുകൾ തളർന്നില്ല, മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ദിക്റിലായിക്കൊണ്ട് രാത്രി സമയങ്ങളിൽ കടപ്പുറങ്ങളിലും അതുപോലെ കാടുകളിലുമൊക്കെ സഞ്ചരിക്കാറുണ്ട്. അതുകൊണ്ട് മാലിക് ദീനാർ പള്ളിയിൽ പഠിച്ചിരുന്ന എന്റെ സതീർത്ഥ്യരായ പലരും പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പല കാടുകളിലും പോയിരുന്നു കൊണ്ട് പാതരാകൊക്കെ ദിക്ർ ചൊല്ലിയവരുണ്ടായിരുന്നു. ദിക്റിൽ മുഴുകിക്കൊണ്ട് പല സന്ദർഭങ്ങളിലും പരിസരബോധം മറന്നുകൊണ്ട് നടക്കാറുണ്ട്. ഒരിക്കൽ തന്റെ പിതാവിനോട് യൂസുഫ് ഹാജി മഹാനരോട് പറയുകയുണ്ടായി, അബ്ദുള്ള ദിക്ർ ചൊല്ലിക്കൊണ്ട് കൊച്ചിയിൽ നിന്ന് നടന്നങ്ങനെ വന്നു, പരിസരബോധമില്ലാതെ നടന്നു. കൊച്ചിയിലെ പുഴയും കായലുമൊക്കെ അതിന്റെ മുകൾ പരപ്പിലൂടെ നടന്നുകൊണ്ടാണ് വന്നതെന്ന് യൂസുഫ് ഹാജിക്കയോട് പറയുകയുണ്ടായി. മഹാനവറുകൾ പറഞ്ഞു, അതിലെന്ത് അത്ഭുതമാണുള്ളത്, മീനുകളും ഈ പുഴകളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ടല്ലോ, അതിന്റെ മുകൾ പരപ്പിലൂടെ സഞ്ചരിക്കുന്നുണ്ടല്ലോ, അതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് യൂസുഫ് ഹാജി എന്ന് പറഞ്ഞതായി മഹാനവറുകൾ തന്നെ നേരിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ദിക്റിൽ വിലയിച്ചുകൊണ്ട് സുബോധമില്ലാതെ അല്ലെങ്കിൽ പരിസരബോധമില്ലാതെ കൊണ്ട് മഹാനവറുകൾ സഞ്ചരിക്കാറുണ്ട്. ഓതിപ്പടിക്കുന്ന കാലത്ത് അതുപോലെ തന്നെ ജീവിതത്തിൽ അവസാനം വരെയും നമുക്ക് തോന്നിപ്പോകും, ഇദ്ദേഹം ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും ഇദ്ദേഹം ഒരു ഭൗതികനാണോ എന്ന്. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇദ്ദേഹം ഒരു അഭൗതികനാണോ എന്ന്. ആത്മീയ പ്രഭാവമുള്ള മഹാനവറുകൾ, ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന മഹാനവറുകൾ, ആ നിലക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ, ആ ബഹസിലായിക്കൊണ്ട് മുഴുകുമ്പോൾ നമുക്ക് തോന്നും ഇദ്ദേഹം ആത്മീയ ലോകത്ത് അത്യുന്നതങ്ങളിൽ വിരാജിക്കുകയാണെന്ന്. ചിലപ്പോൾ നാം ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അദ്ദേഹം തനി ഭൗതികനാണോ എന്ന്. ഈ രണ്ട് മേഖലകളെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോയിരുന്ന ഒരത്ഭുത ഒരു മനുഷ്യനായിരുന്നു. ചിന്തകൾ വലിയ ചിന്തകളായിരുന്നു, ദിക്ഷണശാലിയായിരുന്നു. നമുക്ക് തോന്നും അദ്ദേഹം വെറുതെ ഇരിക്കുകയാണ് എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ള്, അദ്ദേഹത്തിന്റെ അകത്തളം അപ്പോഴും സജീവമാണ്. അകത്തളം സജീവമാണ്, ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യത്തെക്കുറിച്ച്. പല ഹിക്മത്തുകളുമുണ്ട് മഹാനവറുകളുടെ ഹിക്മത്ത്. ഏതൊരു കാര്യം അവിടെ നിന്ന് അവതരിപ്പിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഹിക്മത്ത് അതിനകത്തുണ്ടാവും. പൂർവികരായ ആളുകൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യം തന്നെയാവും നമ്മോട് പറയുന്നതെങ്കിലും അതിൽ അബ്ദുള്ള ഉസ്താദിന്റെ ഒരു സ്പെഷ്യൽ വിശേഷമായ ഒരു ടച്ച് അതിനുണ്ടാകും, ഒരു ഹിക്മത്ത് അതിനകത്തുണ്ടാകും. ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയകളിൽ കുറെ ദിവസങ്ങൾ, കുറെ മാസങ്ങൾ, വർഷങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെതായ ചില ഹിക്മത്തുകൾ വരാറുണ്ട്. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ മൊഴിമുത്തുകൾ കിട്ടുന്നത്? ഇങ്ങനെയൊക്കെ ഈ ഹിക്മത്തുകൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു, ദാരിമി, അത് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ
നാം സ്വന്തമായി അല്പനേരം ഇരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ അള്ളാഹു അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒഴുകി കൊണ്ടുവരും. അതിങ്ങനെ ഫൈവാനായി കൊണ്ടുവരുമെന്ന് അങ്ങനെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു സമയം വെറുതെ കളയാതെ ആത്മീയവും ഭൗതികവുമായ എല്ലാം കൂട്ടിക്കൊലർത്തി എല്ലാം സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന മഹാനവറുകൾ ത്വരീഖത്തിന്റെയും ആത്മീയതയുടെയും അത്യുന്നതങ്ങളിൽ വിരാജിക്കുമ്പോഴും അവിടുന്ന് പറയാറുണ്ട്, സംഘടനാ രംഗത്ത് നാം സജീവമാവണം, പണ്ഡിതന്മാരെ നാം അനുസരിക്കണം. എല്ലാ പണ്ഡിതന്മാരെയും അനുസരിച്ചുകൊണ്ട് എത്രത്തോളം എന്നല്ലേ സിം അക്കാദമിയുടെ ക്ലാസുകൾ നടക്കുമ്പോൾ അതിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരോട് ആദ്യമേ പറയും, നിങ്ങൾ ദർസ് ഒഴിവാക്കരുത്. ഒഴിവുള്ള സമയങ്ങളിൽ മാത്രമേ ദർസ് ഒഴിവാക്കാതെ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ മാത്രമേ ഇതിനു വേണ്ടി നിങ്ങൾ ചിലവഴിക്കാവൂ. മറ്റൊന്ന്, സംഘടനാ പ്രവർത്തനം നിങ്ങൾ ഒഴിവാക്കരുത്. മറ്റൊന്ന്, പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകൾ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹം തന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്തിരുന്നുള്ളൂ. അപ്പൊ ആത്മീയമായ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും പണ്ഡിതന്മാരെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ വഴിയിൽ നിന്ന് മാറി ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ പണ്ഡിതന്മാർക്ക് പിന്നിൽ അണിനിരക്കണമെന്ന് മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു. പണ്ഡിതന്മാരെ അനുസരിച്ചു കൊണ്ടുപോകുന്ന, പണ്ഡിതന്മാർക്ക് പിന്നിൽ അണിനിരന്ന, അവരെ എല്ലാ നിലക്കും പിന്തുടർന്നുകൊണ്ടായിരുന്നു മഹാനവറുകൾ പോകുന്നത്. ഓതിപ്പടിക്കുന്ന കാലത്ത് പത്രപ്രവർത്തന രംഗത്തും സാഹിത്യ രംഗത്തുമൊക്കെ പ്രവർത്തിക്കണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു മഹാനവറുകൾക്ക്. അതിനു വേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നുകൊണ്ട് വായിക്കാറുണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ള പല പുസ്തകങ്ങളും വാങ്ങിക്കൊണ്ട് വായിക്കാറുണ്ട്. സ്വലേ എന്ന് പറയുന്ന, സ്വന്തം ലേഖകൻ എന്ന സ്വലേ എന്ന ഒരു പുസ്തകമുണ്ടായിരുന്നു. ആ പുസ്തകമൊക്കെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഒരുപാട് തവണ വായിച്ചു തീർത്തുകൊണ്ട് സാഹിത്യരംഗത്തേക്ക് വരാൻ, സാഹിത്യരംഗത്തേക്ക് മുന്നിട്ടിറങ്ങാൻ, അങ്ങനെയൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഏതൊക്കെ രംഗങ്ങളുണ്ടോ, ഭൗതികമായ രംഗങ്ങളുണ്ടോ, അതൊക്കെ അംഗീകരിച്ചു കൊണ്ടായിരുന്നു ആത്മീയ രംഗത്ത് മഹാനവറുകൾ പ്രവർത്തിച്ചിരുന്നത്. ആത്മീയ ലോകത്തേക്ക് എന്നെ പോലെയുള്ള പലരെയും കൈപിടിച്ചു കൊണ്ടുവന്നത് മഹാനരായിരുന്നു. കാസർഗോഡ് മാലിക് ദീനാർ പഠിക്കുകയാണെങ്കിൽ പോലും ആ മാലിക് ദീനാർ തങ്ങളുടെ മക്ബറയിൽ പോലും പോവാൻ വളരെ കുറവായിരുന്നു. വെള്ളിയാഴ്ചകളിൽ മഹാനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ സിയാറത്തിലായിരുന്നു പങ്കെടുത്തിരുന്നത്. മറ്റ് സമയങ്ങളിലൊന്നും അവിടെ പോവാറുണ്ടായിരുന്നില്ല എന്നെ പോലത്തെ ചിലർ. പക്ഷെ അബ്ദുൽ ദാരിമി ഉസ്താദ് വന്നതോടുകൂടി അതിനൊക്കെ മാറ്റം വന്നു. പിന്നെ സിയാറത്ത്, മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യുന്നതിന്റെ അതിന്റെ അഭിരുചിയും അതിന്റെ മഹത്വവുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ആവേശം ഇട്ടു തന്നത് അബ്ദുൽ ദാരിമി ഉസ്താദായിരുന്നു. ആ നിലക്ക് എല്ലാ രംഗത്തും നമുക്ക് മാതൃകയായിക്കൊണ്ട് മഹാനവറുകൾ ജീവിക്കുകയുണ്ടായി. ഇവിടെ ദാറുൽ ഹിക്കം തുടങ്ങുമ്പോൾ ഇപ്പോൾ ആ ദാറുൽ ഹിക്കം സ്ഥാപനമുള്ള അതേ സ്ഥലത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കൊച്ചു വീട്ടിലാണ് അതിന്റെ തുടക്കം. ഒരു കൊച്ചു വീടായിരുന്നു. ആ വീട്ടില് 11 മുതഅല്ലിമീങ്ങളെ കൊണ്ടാണ് അത് തുടങ്ങിയത്. അന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറഞ്ഞ കാലത്തെ ജീവിതമല്ലേ, നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഇൽമിന്റെ സേവനം ചെയ്യണം. അതിനെന്തൊക്കെയാണോ നമ്മളെ കൊണ്ട് കഴിയുക അതെല്ലാം നാം വിനിയോഗിച്ചുകൊണ്ട് ഇൽമിന്റെ സേവനം ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഇവിടെ അദ്ദേഹത്തിന് ഒരുപാട് സമ്പാദിക്കാമായിരുന്നു. ഇവിടെ ചികിത്സയുണ്ടായിരുന്നു, അതുപോലെ ചികിത്സ പഠിപ്പിച്ചു കൊടുത്തിരുന്നു, അതിന് അദ്ദേഹം ഫീസ് വാങ്ങിയിരുന്നു. പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ഒരു വ്യക്തിക്ക് ഒരുപാട് 12,000 15,000 ഒക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിന്റെ കീഴിൽ പഠിക്കുന്നുണ്ടല്ലോ, ഈ പണമൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞു, അദ്ദേഹം എന്തിനു വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു? പാതിരാവിലൊക്കെ ഉറക്കൊഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദിവസങ്ങളോളം ഊണും ഉറക്കവുമില്ലാതെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് സമ്പാദിക്കാൻ വേണ്ടിയല്ല. ഒരു ഫിൽസ് പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നില്ല.
അദ്ദേഹത്തിന്റെ മക്കള് ദാറുൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി, അവരുടെ ഭക്ഷണത്തിന് വേണ്ടി, അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അവരുടെ താമസത്തിന് വേണ്ടി, അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അബ്ദുല്ല ഉസ്താദ് അധ്വാനിച്ചത്. ഇവിടെ ചികിത്സ നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് സ്ഥലത്ത് പോയിക്കൊണ്ട്, അല്ലെങ്കിൽ വളരെ ദൂരെ സഞ്ചരിച്ചുകൊണ്ട് ചികിത്സാ മുറകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും അതിന് ഫീസ് വാങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വന്തത്തിന് വേണ്ടിയല്ല, സ്വന്തം മക്കൾക്ക് വേണ്ടിയുമല്ല, ദാറുൽ ഹിക്മയിലെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു, ഇൽമിന്റെ സേവനത്തിന് വേണ്ടിയായിരുന്നു അതെല്ലാം ചിലവഴിച്ചത് എന്ന് നമുക്ക് നല്ലപോലെ അറിയാം. വേണമെങ്കിൽ എത്രമാത്രം സമ്പാദിക്കാമായിരുന്നു. അദ്ദേഹം ഈയിടെ അവസാന ഘട്ടത്തിൽ UAE വന്നപ്പോൾ, ഷാർജയിൽ താമസിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നമുക്കിവിടെ ഈ ഷാർജയിൽ ഒരു ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപിക്കണം എന്ന്. അത്രയും ഉന്നതമായ ചിന്തകളാണ്. നാട്ടിൽ മാത്രമല്ല, ഷാർജയിലും ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപിക്കണമെന്നുള്ള ചിന്തയാണ് അപ്പോഴും ഉള്ളത്. ഓപ്പറേഷന്റെ തലേ ദിവസം വിളിച്ചപ്പോഴും പറഞ്ഞത്, നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഏതായിരുന്നാലും ചികിത്സ ഒക്കെ കഴിഞ്ഞു വന്നിട്ട് നമുക്കതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനമായി ഫോൺ വെച്ചത്. തീർച്ചയായിട്ടും അതൊക്കെ ജീവിച്ചിരിക്കുന്ന പാണാവള്ളി ഉസ്താദിനേക്കാൾ വഫാത്തായി പോയ പാണാവള്ളി ഉസ്താദ് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അത് നടക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ മുതഅല്ലിമീങ്ങളും, ഇവിടെ ഇരിക്കുന്ന മുഹിബ്ബീങ്ങളും, ഇവിടെ ഇരിക്കുന്ന സാദാത്യങ്ങളും, ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ അദ്ദേഹത്തിന്റെ മോഹങ്ങൾ നടപ്പാക്കി കൊടുക്കുന്നതിൽ മുന്നിലുണ്ടാകുമെന്നും മഹാനവറുകൾ എപ്പോഴും പറയാറുണ്ട്, ഉപദേശിക്കാറുണ്ട്. എന്തെങ്കിലും പ്രതിസന്ധികൾ വന്ന് പറയുമ്പോൾ, എന്തെങ്കിലും പ്രതിസന്ധികൾ നേടുമ്പോൾ, അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ പറയാറുണ്ട്, അഫുവിനെ മുറുകെ പിടിക്കണം, നന്മകൾ ഉപദേശിക്കണം, ജാഹിലീങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, അതാണ് നാം ചെയ്യേണ്ടത് എന്ന് എപ്പോഴും പറയാറുണ്ട്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അവസരം കിട്ടുമ്പോൾ നമുക്ക് പറയാം. തങ്ങൾക്ക് വളരെ വേഗത്തിൽ പോകാനുള്ളത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാടവനെ പോലെയുള്ള പണ്ഡിതന്മാരെ എല്ലാവരെയും സാദാത്യങ്ങളെയും ഇരുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം പറഞ്ഞത് അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുല്ലാ ദാരിമി ഉസ്താദിന്റെ പദവി അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. ഇത് കണ്ട് അവർക്ക് സന്തോഷിക്കുമാറാവട്ടെ. ആ സന്തോഷം പരലോകത്ത്, ഖബറിലുള്ള ആ സന്തോഷം അവസാനം സ്വർഗീയ ലോകത്ത് അവിടത്തോടൊപ്പം, അവിടുത്തെ പിതാവിനോടൊപ്പം, പിതാവിന്റെ മശായിഖന്മാരോടൊപ്പം, ഇവിടെയുള്ള പാവപ്പെട്ടവരായ മുതഅല്ലിമീങ്ങളോടൊപ്പം, നമുക്കെല്ലാവർക്കും സ്വർഗീയ ലോകത്ത് അവരോടൊപ്പം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഷ്റഫുൽ ഖൽഖായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.